ഇപ്പം ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു സീരീസ് ആണ് സ്ക്വിഡ് ഗെയിം. അഥവാ നിങ്ങൾ യൂട്യൂബോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ തുറന്നാൽ എല്ലായിടത്തും സ്ക്വിഡ് ഗെയിമിൻ്റെ ആഡും അല്ലെങ്കിൽ പ്രൊമോഷൻസും ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ ആണ്. അതിൻ്റെ മുമ്പ് സ്ക്വിഡ് ഗെയിം എന്തുവാന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് സ്ക്വിഡ് ഗെയിം ആക്ച്വലി ഒരു കൊറിയൻ ലാംഗ്വേജ് ഷോ ആണ്. പക്ഷേ ഈ ഷോ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സ്ക്വിഡ് ഗെയിം ഒരു ത്രില്ലർ ആൻഡ് ഡ്രാമ മൂവിയാണ്. സ്ക്വിഡ് ഗെയിം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നെറ്റ്ഫ്ലിക്സ് പറയുന്നത് ഇത് അവരുടെ ബിഗ്ഗസ്റ്റ് സീരീസ് ലോഞ്ച് ആണെന്നാണ്. കാരണം ഈ സീരീസ് ഒരു മാസം കൊണ്ട് 111 മില്യൺ വ്യൂസ് ആണ് എത്തിയത്. പിന്നെ ഈ മൂവിയുടെ ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു, അതായത് ഒരു രക്ഷയില്ല. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ക്ലൈമാക്സ് പറഞ്ഞു തരുന്നില്ല. പിന്നെ ഈ മൂവിയുടെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ച ഓവർ 20 മില്യൺ യൂറോസ് ആയിട്ടുണ്ട്, അതായത് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്ത ഓവർ 1 ബില്യൺ റുപ്പീസ്. പിന്നെ ഡോങ് യുക്ക് എന്ന് പറഞ്ഞൊരു ആളായിരുന്നു ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന. മൂവിയിൽ കുറേ ആൾക്കാർ കുറേ ഗെയിംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ ഗെയിംസിന് ആരാണ് വിൻ ചെയ്തത് അവർക്ക് കുറേ പൈസ കിട്ടുന്നതായിരിക്കും. ഈ മൂവി ആക്ച്വലി ഒരു മൂവി അല്ല, ആക്ച്വലി ഒരു സീരീസ് ആണ്. ഇതിന് ഓവർ 9 എപ്പിസോഡ്സ് ഉണ്ട്. ഈ മൂവിയുടെ ടൈം ഡ്യൂറേഷൻ വരുന്നത് 8 hours 12 minutes ആണ്. ഓരോരോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആ ക്യൂരിയോസിറ്റി വന്ന്, അതായത് അടുത്ത എപ്പിസോഡിൽ എന്തോ ആവാൻ പോകുന്നതെന്ന്. മൂവിയുടെ പേരും ട്രെയിലറും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊരു കുട്ടിക്കളി ആയിരിക്കുമെന്ന്, വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലായിരിക്കുമെന്ന്. പക്ഷേ അല്ല, നിങ്ങൾ ഈ മൂവി കണ്ടു കേൾക്കുമ്പോൾ നിങ്ങൾ ആ മൂവിയായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ 2 എപ്പിസോഡിൽ എനിക്ക് നല്ല ബോറടിച്ചു. പിന്നെ മൂന്നാമതും നാലാമതും ആയപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾ എൻ്റെ അടുത്ത് ഈ മൂവിയെ കുറിച്ച് ചോദിച്ചാൽ എന്നാൽ സ്ക്വിഡ് ഗെയിം ഒരു ഗ്രേറ്റ് മൂവി ആയിരുന്നു. അതുകൊണ്ട് ഡു വാച്ച് ഇറ്റ് ഗൈസ്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നൊക്കെ ആളും നിൽക്കുക. നമുക്ക് ക്യാച്ച് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ.